ഹലോ, നമസ്കാരം. ഇന്ന് രണ്ട് ടർക്കിഷ് സിനിമകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടപ്പം. OTT പ്ലാറ്റ്ഫോമായ മൂബിയിലാണ് സിനിമ കണ്ടത്. ആദ്യത്തെ സിനിമ 1989 ഇറങ്ങിയ ഒരു സിനിമയാണ്. ഡോണ്ട് ലെറ്റ് ദം ഷൂട്ട് ദ കൈറ്റ്. അവരെ കൊണ്ട് പട്ടം വെടിവെച്ച് വീഴ്ത്താൻ സമ്മതിക്കരുത് എന്നുള്ളത്. 1986 ഇറങ്ങിയൊരു നോവേല ബേസ് ചെയ്തിട്ടാണ് സിനിമ നടന്നത്. അതിൽ ഒരു പ്രിസണാണ്, ഒരു സ്ത്രീകളുടെ ഒരു ജയിൽ. അതാണ് സിനിമ മുഴുവൻ. ആ ജയിലിൻ്റെ ഉള്ളിലാണ് സിനിമ മുഴുവൻ. അപ്പം നോട്ട് ഔട്ട് സൈഡ്, ജയിലിൻ്റെ ഉള്ളിലുള്ള സിനിമ. അവിടെ ഒരു പൊളിറ്റിക്കൽ പ്രിസണറായിട്ടൊരു പെൺകുട്ടിയുണ്ട്. ആൻഡ് ഷീ ബിക്കംസ് ഫ്രണ്ട്സ് വിത്ത് കിഡ്. അവിടെ കാരണം അമ്മേനെ ജയിലിലാക്കിയപ്പോൾ അവിടെ കുട്ടിയും അവിടെ ഉണ്ട്. അപ്പോൾ ആ കുട്ടിയായിട്ട് ഭയങ്കര ക്ലോസാണ് ഈ പൊളിറ്റിക്കൽ പ്രിസണർ. അങ്ങനെ അവർ ഈ ജയിലിൻ്റെ എന്താ പറയുക, മതിൽ കെട്ടിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ട് അവരിങ്ങനെ പട്ടം പോകുന്ന കാണുകയൊക്കെ ചെയ്യും. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ജയിലിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ, അതൊരു അട്രോസിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിൽ അവർ മുന്നോട്ട് വെക്കാൻ വെച്ചിട്ടുള്ളത് ദ റിലേഷൻഷിപ്പ് ദാറ്റ് പീപ്പിൾ ബിൽഡ്. നമ്മളൊരു ഫ്രീ അല്ലാണ്ട് നമ്മൾ ഒരു ജയിലിൽ ഒരു മതിലുകൾക്കുള്ളിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളുടെ ബന്ധങ്ങളെ, നമ്മളുടെ റിലേഷൻഷിപ്സിനെ അത് ബാധിക്കുക എന്നുള്ളതാണ്. വെൻ പീപ്പിൾ കുഡ് നോട്ട് ഗോ എവേ. ഈ കോവിഡ് കാലത്ത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മൾ പല ആൾക്കാരും വീട്ടിൽ സിറ്റിംഗ് ഇൻസൈഡ് റൂം. വലിയ വീടുകളിലെ ആൾക്കാർക്ക് സ്റ്റിൽ ഒളിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട്. ആ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ മുറി പൂട്ടിങ്ങിരിക്കാം. ചെറിയ വീട്ടിൽ, ഇപ്പോൾ ഞങ്ങളുടെ വീടൊക്കെ വളരെ ചെറിയ വീടാണ്. ചെറിയ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും ഒരു ബാത്റൂമിലല്ലാണ്ട് വേറെ എവിടെയും ഒളിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ എത്ര നേരം ബാത്റൂമിൽ ഇരിക്കാൻ പറ്റും? അപ്പോൾ ആ ഒരു സമയത്ത് ദാറ്റ് ബോണ്ടിങ് വാസ് വെരി ഹൈ എന്നുള്ളത് എനിക്ക് തോന്നുന്നതാണ് ഡ്യൂറിങ് ദാറ്റ് 1.5 years. ഇപ്പോൾ ജയിലെന്ന് പറയുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ജയിലിൻ്റെ ജീവിതം ഇറ്റ് ഈസ് കൺഫൈൻ ചെയ്തിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്നെ പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. അപ്പം അവിടെ തന്നെ അവർ ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം. ഒരു കുട്ടി പുറം ലോകം കാണാതെ അമ്മ ജയിലിൽ കിടക്കുന്നതുകൊണ്ട് ഹാവിങ് ടു ഗ്രോ അപ്പ് ദർ. വളരെ ഭംഗിയായിട്ട് ആ ഒരു ഇമോഷൻസിനെയും അതിൻ്റെ പ്രശ്നങ്ങളെയും ഒരു കോമിക്കൽ സെൻസും കൂടെ അതിനുണ്ട്. കാരണം അപ്പോൾ ഗാർഡ്സ് സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ പ്രിസണേഴ്സാണ്, പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷെ അല്ലാണ്ട് അടി ഇടി അങ്ങനത്തെ സാധനങ്ങളൊന്നും കാണിക്കുന്നില്ല. അവിടെ കൂടുതലും ആ ഗാർഡ്സിനെയും ഒരു കോമഡി ലൈനിലാണ് കാണിച്ചിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇറ്റ് ഈസ് അബൌട്ട് എ ജയിലിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും ഒരു ഫാമിലി ഓറിയൻറ്റഡ്, കുട്ടികൾക്കും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ആ സിനിമ എടുത്തിട്ടുള്ളത്. So I think that's a movie, if you get a chance, you should watch. Don't let them shoot the kite. അടുത്ത സിനിമ 2024 ഇറങ്ങിയൊരു സിനിമയാണ്. അതിൻ്റെ പേര് ക്രോസിംഗ് എന്നാണ്. ഇപ്പോൾ ജോർജിയ ടർക്കി ബോർഡറിലും ജോർജിയയിൽ നിന്ന് ടർക്കിയിലേക്ക് ആൾക്കാർ മൂവ് ചെയ്യുന്നൊക്കെയാണ് അതിൻ്റെ. അപ്പം ജോർജിയൻ ഭാഷയും ടർക്കിഷ് ഭാഷയും ഇടകലർന്നിട്ടാണ് ആ സിനിമ ഉള്ളത്. മാത്രമല്ല ടർക്കിയിലെ ഇസ്താൻബൂളിലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടിയാണ് അതിനും കൂടെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ആ സിനിമ വരുന്നത്. ആ സിനിമയിലും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ റിലേഷൻഷിപ്സാണ്. എന്താണ് റിലേഷൻഷിപ്സ്, എങ്ങനെ ഏത് എന്നുള്ളത്, എന്തൊക്കെ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. അപ്പം ഒരു മെയിൻ ക്യാരക്ടേഴ്സ് ഒരു റിട്ടയർഡ് ടീച്ചറും ഹിസ്റ്ററി ടീച്ചറും ഒരു പയ്യനാണ്. പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷുഡ് ബി അറൗണ്ട് 19-20 സംതിങ്. അങ്ങനെ ഈ ഹിസ്റ്ററി ടീച്ചറുടെ ഒരു നീസ് മരുമകൾ ടർക്കിയിലൊരു പോയിട്ടുണ്ട്. അപ്പോൾ പോയി കണ്ടെത്തണം. അപ്പോൾ അവർ നീസ് ഒരു ട്രാൻസ്ജെൻഡറാണ്. ഇസ്താൻബൂളിലേക്ക് പോയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് പോകണം. എനിക്ക് സ്ഥലം അറിയാം, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ ചെക്കൻ
എന്താണെന്ന് പറഞ്ഞാൽ അവന് അവിടുന്ന് രക്ഷപ്പെടണം, ജോർജിയയിൽ നിന്ന് രക്ഷപ്പെടണം, ഇസ്താൻബുളിൽ ടർക്കിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിയൊക്കെ കിട്ടും, രക്ഷപ്പെടാൻ നിൽക്കണം. അങ്ങനെ ഇവർ രണ്ടാളും യാത്ര പോകും. ഇവൻ്റെ അടുത്താണെങ്കിൽ പൈസയില്ല. അപ്പോൾ ഹിസ്റ്ററി ടീച്ചർ പയ്യനും കൂടിയിട്ട് ടർക്കിയിലേക്ക് പോകുന്നു. ടർക്കിയിൽ പോയി ഇവർ അന്വേഷിക്കുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ പലരെയും പരിചയപ്പെടുന്നു, അവരുടെ ജീവിതത്തിലേക്ക് കടക്കുന്നു. ഇവിടെയും വില്ലന്മാരില്ല. ചില സിനിമകൾ അങ്ങനെ ഉണ്ട്, അതിൽ ഡാർക്ക് ഷെയ്ഡുള്ള ആൾക്കാരുണ്ടായിരിക്കാൻ മതി. പക്ഷെ എന്നാലും എല്ലാവരും അവരവരുടേതായിട്ടുള്ള എന്തോ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിക്കിടന്നിട്ട്, പക്ഷേ നല്ല കാര്യം ചെയ്യാനൊരു അവസരം കിട്ടുമ്പോൾ ആ അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകുന്നു. ആ സിനിമയിൽ കാണിക്കുന്ന സംഭവം കാണുന്ന സമയത്ത് ദ പ്ലൈറ്റ് ഓഫ് പീപ്പിൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കുറച്ചൊരു ഒരു 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 വിഷമം തോന്നുന്നുണ്ടെങ്കിലും എവിടേക്കോ ഒരു ശുഭാപ്തി വിശ്വാസം, എ പോസിബിലിറ്റി ഓഫ് ഹോപ്പ് ദറ്റ് തിങ്സ് കുഡ് ഗെറ്റ് ബെറ്റർ, ദറ്റ് പീപ്പിൾ ആർ നോട്ട് ബാഡ്, ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ അതിൽ വരുന്ന സമയത്ത് ഐ തിങ്ക് ഐ ഫെൽറ്റ് റിയലി ഗുഡ്. അതിന് അഭിനയം ഇറ്റ് ഈസ് റിയലി ഗുഡ്. അതിൽ അഭിനയിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും, ഞാൻ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. യു ക്യാൻ, അതും മൂവിയിലാണ്. ഇഫ് യു ഗെറ്റ് എ ചാൻസ് ഡു വാച്ച് മൂവി. ഇപ്പോൾ ആക്ഷൻ സിനിമകളും ഫാൻറ്റസി സിനിമകളൊക്കെ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ ദേ മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്. പക്ഷേ ഇഫ് യു ആർ ഗോയിങ് ടു ഡെഡിക്കേറ്റ് ടൈം ആൻഡ് ഇഫ് യു വാണ്ട് ടു സീ എ ഗുഡ് മൂവി, ഈ 2 ടർക്കിഷ് സിനിമകൾ നിങ്ങൾ കണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വേറെ 2 സിനിമയായിട്ട് ഇനിയും അടുത്ത പ്രാവശ്യം വരാം. അപ്പം അങ്ങനെയാക്കാം.